ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശം ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് കരയാണ്. എന്നാലും എന്റെ മോനെ നല്ല ഭക്ഷണമൊക്കെ അവിടെ കിട്ടുന്നുണ്ടാവുമേ. എടാ പ്രകാശ, ഇപ്പൊ ജയിലിൽ നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്. നിന്റെ മോനെ നല്ല ഭക്ഷണങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ടാവും. നീ അതോത്ത് വെറുതെ കരയാതെ, ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് കരയാതെ, ദോഷം വരുത്താതെടാ. ആ ശരിയാമേ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ തുടച്ചിട്ട് പ്രകാശം ഭക്ഷണം കഴിക്കുകയാണ്. എടാ നീ നന്നായിട്ട് കഴിക്കടാ, നിനക്ക് നല്ല ദോഷം വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനസ്സ് വിചാരിക്കാവില്ല, അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നീ കഴിക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എന്റെ മോൻ വിക്രത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പരോളിൽ ഇറങ്ങുവാണെങ്കിൽ അമ്മ അവന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതിന് നീ ഇവിടെ കാണില്ലല്ലോ. ഞാനിവിടെ പോവാനാ? അല്ല, ഞാൻ പറഞ്ഞതേ, നീ ആ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ എവിടെ പോവാനാ അമ്മേ? ഞാൻ അവൻ എന്തായാലും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പരോളിൽ അവൻ വരട്ടെ, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് അമ്മൂമ്മ ഇങ്ങനെ പറയാണ്. അത് മതി അമ്മേ, അത് മതി എന്ന് പറഞ്ഞ് പ്രകാശം ഭക്ഷണം കഴിക്കാണ്. അമ്മൂമ്മ മനസ്സിൽ വിചാരിക്കണം, നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവനെ ഭക്ഷണമല്ല ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണത് കല്യാണിനെയാണ്. കല്യാണി ആരും വാതിൽ മുട്ടുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയാട്ടോ. മോളെ കല്യാണി, എന്താ മോളെ സംഭവിച്ചത്? കാർത്തിക മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ, ലക്ഷ്മി അമ്മ വന്നല്ലോ, ഞാൻ അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇതുവരെ ഒന്നും പറയാത്തതിനെ കാരണം അമ്മ ടെൻഷൻ ആവേണ്ട വെച്ചിട്ടാണ്. അല്ല മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അപ്പോഴും കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും കാർത്തികയുടെ അമ്മ ലക്ഷ്മി അമ്മ വിഷമിക്കൊന്നും വേണ്ട, കാർത്തികക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, തലക്ക് അടിയേറ്റതാണ് എന്ന് പറയാണ്. തലക്ക് അടിയേറ്റുന്നോ? എന്തൊക്കെയാ മക്കളെ നിങ്ങൾ ഈ പറയണേന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, ഗംഗപ്രസാദ് ജയിലിൽ പോയപ്പോ സമാധാനമായിട്ട് ഇരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആ വിക്രം എന്ന് പറഞ്ഞവൻ അവൻ തലക്കടിച്ച് അവരുടെ ആഭരണവും സ്വർണവും ഒക്കെ എടുത്ത് മോഷ്ടിക്കായിരുന്നു എന്ന് പറയാണ്. ഈശ്വര, എന്റെ മോൾക്ക് തലക്ക് അല്ലെങ്കിൽ തന്നെ സുഖമില്ലാത്തതാണ്, അവളുടെ തലക്കാണോ അവരടിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, അവന് സ്വർണോ പണോ വേണമെങ്കിൽ അവൻ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നല്ലോ. അതിന്റെ പേരിൽ എന്റെ പാവ മോളുടെ തലക്കടിക്കേണ്ട ആവശ്യം അവനുണ്ടായിരുന്നോ? അതിന് അവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അമ്മേ. അവർ പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ടൊന്നല്ല വിക്രം അവിടെ കയറിയത്. കാർത്തിക ചേച്ചിയുടെ തല അടിച്ചു പൊട്ടിക്കാൻ തന്നെയാ അവിടേക്ക് കയറിയത്. ഇപ്പൊ അവന്റെ കൂട്ട് ആ ഗംഗപ്രസാദ് ആയിട്ടാണല്ലോ എന്ന് പറയണം. കിരൺ പറയണ്ട്, അമ്മേ ഇതിനെല്ലാത്തിനും കാരണം കാർത്തിക തന്നെയാ ഒരു പരിധി വരെ കാരണം. മര്യാദക്ക് കാർത്തിക എടുത്ത് പറഞ്ഞാണ് ഇവിടുത്തെ കല്യാണിന്റെ അമ്മ അല്ലെങ്കിൽ താരാന്റി അവരുടെ വീട്ടിൽ പോയി നിക്കാന്ന് വരെ പറഞ്ഞാണ്. അതിനൊന്നും കാർത്തിക സമ്മതിച്ചില്ല. ഒരു സെക്യൂരിറ്റിനെ വെക്കാൻ പറഞ്ഞു, അതും സമ്മതിച്ചില്ല. ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായെന്ന് പറയാണ്. എന്ത് ചെയ്യണം ഇപ്പൊ? എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ ഇപ്പൊ കാർത്തിക അപകട നിലയൊക്കെ തരണം ചെയ്തു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്നാലും എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ അമ്മേ, നോക്ക് ഇത്രയെല്ലാം സംഭവിച്ചിരുന്നു പറഞ്ഞ് സമാധാനിക്കാം. എന്തായാലും അവനിപ്പോ ജയിലിലാണല്ലോ ആ വിക്രം, പിന്നെ ആ ഗംഗപ്രസാദും ജയിലിലാണ്. അതുകൊണ്ട് ഇനിയിപ്പൊ പേടിക്കണമെന്ന് ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ വലിയ പേടിയായിരുന്നല്ലോ ആ ഗംഗപ്രസാദിന്. അവൻ എന്തോ ഉരുട്ടോന്നോ മലർത്തോന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ അവൻ ജയിലിലാണ്. അവനൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ലമ്മേ. ഞാൻ ഒരാളാണ് അവനെ നേരിട്ട് ആ രീതിയിലാക്കിയിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയാണ്. അവനെ പേടിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല, നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ലമ്മേ എന്നിങ്ങനെ പറയാണ്. ആശിഷ ലക്ഷ്മി പറയണ്ട, എനിക്ക് എന്തായാലും എന്റെ മോളെ കാണണം എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, കല്യാണി എന്നാ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാർത്തികനൊക്കെ കണ്ടിട്ട് വാന്ന് പറയാണ്. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് കാർത്തികനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മിനെ കൂട്ടിക്കൊണ്ട് കിരണും കല്യാണിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ബെല്ലടിക്കുമ്പോഴേക്കും നേഴ്സ് വാതിൽ തുറക്കണ്ട്. കാർത്തിക നോക്കുമ്പോഴേക്കും അമ്മയായിരിക്കും കേട്ടോ. അയ്യോ മോളെ, എന്ത് അവസ്ഥയാ മോളെ ഇതെന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ അടുത്തേക്ക് വേഗം പോയിട്ട് ലക്ഷ്മി കരയാണ്. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. എല്ലാ കിരണ ഡോക്ടറിനെ കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോ അമ്മേ ഡോക്ടർ ഒന്ന് കാണണ്ട അമ്മേ, ഞങ്ങളെല്ലാം കണ്ട് സംസാരിച്ചാണ്. ഈ അടി കിട്ടിയതുകൊണ്ട് കാർത്തികക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാർത്തികയുടെ മുമ്പത്തെ അസുഖം അത് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഈ അടിയുടെ കിട്ടിയുടെ പേരിൽ ഒരു പ്രശ്നവും കാർത്തികക്കില്ലെന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് പറയാണ്. അമ്മ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇത് സംഭവിച്ചാലും ആ വിക്രം എന്ന് പറഞ്ഞവൻ ജയിലിലായില്ലേമേ, ഇനി അവൻ പുറത്തിറങ്ങില്ല എന്ന് പറയാണ്. എടി, വിക്രം ജയിലായാലും ഗംഗപ്രസാദ് ജയിലായാലും പിന്നെ ഒരുത്തൻ പുറത്തുണ്ടല്ലോ, ആ പ്രകാശ് എന്ന് പറഞ്ഞ ഒരുത്തൻ, അവനെയും പേടിക്കണം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, അവനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ലമേ. അയാൾ എന്ത് ചെയ്യാനാ? പേടിക്കണം മക്കളെ. അയാളുടെ മകൻ ജയിലാണ്ട് നിങ്ങളെന്നും ഇല്ലാതാക്കാനുള്ള ദേഷ്യമായിരിക്കും അയാൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യാൻ മടിക്കാത്ത ദേഷ്യമായിരിക്കും അയാൾക്ക്. അതുകൊണ്ട് അയാളെ നിങ്ങൾ പേടിക്കണം എന്നൊക്കെ പറയാണ്. കാർത്തിക അമ്മയും കൂടി കുറെ നാളിന് ശേഷമല്ലേ കാണുന്നത്. രണ്ടുപേർക്കും ഒത്തിരി സംസാരിക്കാനുണ്ടാവുമല്ലോ. കിരണേട്ടാ, നമുക്ക് പുറത്തിരിക്കാം എന്ന് പറയാണ്. അങ്ങനെ കിരൺ പറഞ്ഞിട്ട്, ലക്ഷ്മി അമ്മ പേടിക്കൊന്നും വേണ്ട, ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവനൊന്നും ചെയ്യില്ല. ഹോസ്പിറ്റലിൽ ഫ്രണ്ടിലിരിക്കുന്നതൊക്കെ ആൾക്കാരൊക്കെ എന്റെ അച്ഛൻ അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അച്ഛൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. അമ്മ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി പുറത്തേക്ക് പോകുവാട്ടോ. പിന്നീട് കാണിക്കണത് ലക്ഷ്മി ആകെ വിഷമിച്ച് കാർത്തികയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക സമാധാനിപ്പിക്കേണ്ട, അമ്മ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഇപ്പൊ നമ്മൾ സന്തോഷിക്കേണ്ട സമയമാണ്. നമ്മുടെ ശത്രുക്കൾ ഓരോന്നായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക സമാധാനിപ്പിക്കാട്ടോ.
അതിനുശേഷം കാണിക്കണത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ രാത്രി ഒരു 2-3 മണിയൊക്കെ ഇപ്പൊ നല്ല ഉറക്കമാട്ടോ. അമ്മുമ്മ പതുക്കെ അമ്മുമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ സമയം എഴുന്നേക്കാണ്. പതുക്കെ കണ്ണൊക്കെ തുറന്നിട്ട് പ്രകാശിന്റെ റൂമിലേക്ക് പോവുകയാണ്. ശേഷം അടക്കള നിന്നിട്ട് നല്ല ഒളിപ്പിച്ച ഇരുമ്പോലൊക്കെ എടുക്കുവാട്ടോ. അതിന്റെ പാത്തും പമ്മി 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 ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പ്രകാശിന്റെ റൂമിലേക്ക് വന്നിട്ട് പ്രകാശനെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാണ്. അവൻ കൊല്ലാൻ നടക്കുക എന്റെ കല്യാണി മോളെ, കിരൺ മോനെ, കാർത്തിക മോളെയൊക്കെ, ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ അവൻ കൊല്ലാൻ നടക്കുക. ഇവന്റെ കാലുണ്ടെങ്കിലല്ലേ ഇവന് നടന്നു പോകുള്ളൂ, ഇവന് കാല് വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വേഗം തന്നെ പ്രകാശിന്റെ ഇടത് കാലിലേട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നിലവിളിക്കുമ്പോഴേക്കും കരയടാ നീ, നന്നായിട്ട് കര, ആഞ്ഞു വിളിക്കടാ നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പ്രകാശിന്റെ ഇടത് കാല് ചമ്മന്തിയാക്കുന്ന രീതിയിലേക്ക് ഇരുമ്പലൊക്കെ വെച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അമ്മയുടെ കൈ വേദനിക്കുമ്പോ അമ്മമ്മ അടി നിർത്തുവാണ്. എടാ പ്രകാശ, നീ എന്താ വിചാരിച്ചത് നിന്നെ സ്നേഹിക്കുന്ന പഴയ അമ്മയായിട്ട് ഞാൻ തിരിച്ചു വന്നതാണോ? എടാ ഇന്നലെ തന്നെ നിന്റെ ഭക്ഷണത്തിൽ വിഷം കലക്കാനാ നിന്നതാ. പിന്നെ വിഷം കഴിച്ച് നീ മരിക്കണത് കാണാൻ പറ്റാത്തത് കൊണ്ടിട്ടാടാ ഞാൻ നിന്റെ ഇടത് കാലി കൊണ്ട് എടുത്തത്. എന്തായാലും നീ ഒരിക്കലും ഇനി കല്യാണി മോളുടെ കിരൺ മോളുടെ 7 അയലത്ത് വന്നു പോരുത് കേട്ടല്ലോ. എന്റെ കല്യാണി മോൾ എന്ത് ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇരുമ്പോലൊക്കെ എടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവാണ്. പ്രകാശൻ അങ്ങനെ നിലവിളിച്ച് കരയാട്ടെ, കാലനക്കാൻ പോലും വയ്യ, അങ്ങനത്തെ രീതി കരയാണ് പ്രകാശൻ. അങ്ങനെ അമ്മമ്മ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയിട്ട് ആ ഇരുമ്പലൊക്കെ അവിടെ വലിച്ചെറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പടി ഇറങ്ങാണ്. ഇരുമ്പലൊക്കെ അവിടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് അതൊരു തുമ്പായിട്ട് അവിടെ തന്നെ കിടക്കും. പോലീസുകാർ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു തുമ്പായിട്ട് അവിടെ തന്നെ കിടക്കുന്ന രീതിയിൽ തന്നെ അവിടേക്ക് ഇട്ടിട്ട് അമ്മമ്മ നേരെ പോകുന്നത് കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാണ്. അവിടെ ബെല്ലടിക്കുമ്പോ കല്യാണിയും അതുപോലെ തന്നെ കിരണും ദീപയൊക്കെ എഴുന്നേക്കാനുണ്ട്. അയ്യോ ആരാ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോ അമ്മമ്മയാട്ടോ. ദീപ പറയണ്ടേ അമ്മയോ, അമ്മ എന്താ ഈ സമയത്ത് വാ, അകത്ത് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കിരണും കല്യാണി വരുന്നുണ്ട്. അല്ല അമ്മമ്മ എന്താ ഈ സമയത്ത്? മോളെ, ഞാൻ ആ പ്രകാശിന്റെ വീട്ടിൽ ഇന്നലെ പോയിരുന്നു. അവനെ വയറ് മുട്ടി ഞാൻ ഭക്ഷണം കഴിപ്പിച്ചു, കിടത്തി ഉറക്കി. ഭക്ഷണത്തിൽ വിഷം കലക്കാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ അവൻ പെടഞ്ഞു മരിക്കണത് കാണാൻ ഒരു അമ്മയായി എനിക്ക് സാധിക്കുന്നില്ല മോളെ. അതുകൊണ്ട് അവന്റെ കാല് രണ്ടും തല്ലി ഒടിക്കാന്ന് വിചാരിച്ചു. എങ്കിലും അവനിരുന്ന് നിരങ്ങുന്ന കാണണമല്ലോ. അതുകൊണ്ട് ഒരു കാല് ഞാൻ തല്ലി ഒടിച്ചുകൊണ്ട് എടുത്തു മോളെ, ചതച്ചു. അവനിന് ഇടതുകാലം ഉണ്ടാവില്ല, ആ രീതിയിൽ ഞാൻ ചതച്ചത്. എന്റെ കാല് തീരണവരെ ഞാൻ ചതച്ചു എന്ന് പറയുമ്പോഴേക്കും ദീപ പറയണ്ട അമ്മേ, ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അമ്മ ചെയ്തത്. ദീപെ, നീ അതൊരിക്കലും ചെയ്യരുത്. നീ ഇനിയും ജീവിക്കണം, മക്കൾക്ക് വേണ്ടി ഇവരുടെ കൂടെ എന്നും നീ ഉണ്ടാവണം. നീ അടിച്ചു ചതിച്ചിട്ട് നീ ഒരിക്കലും ജയിലിലേക്ക് പോകരുത്. എനിക്ക് ജയിലിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, ഈ പ്രായമില്ലേ. പിന്നെ ഒരുപാട് തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അടിച്ചൊതുക്കിയത്. ഇനി ഇതിന്റെ പേര് എനിക്ക് ജയിലിൽ പോകണ്ടെന്നാലും സന്തോഷത്തോടെ ഞാൻ പോകും. എന്തായാലും അവനെ കാല് ചതച്ചൊടിച്ചിട്ട് ഞാൻ ആ ബാലനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന് ഹോസ്പിറ്റലിൽ എത്തിക്കും, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. എന്റെ കലി ഒടുങ്ങണവരെ അവന്റെ കാല് ഞാൻ തല്ലിച്ചതച്ചു എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കിരൺ പറയണ്ട അമ്മേ, അമ്മുമ്മനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോ എന്ന് പറയാണ്. അങ്ങനെ ദീപ അമ്മുമ്മനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. കിരൺ കല്യാണി അടുത്ത് പറയണ്ട്, കല്യാണി നിന്റെ അമ്മുമ്മ ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അത് അയാൾക്ക് കൊടുക്കേണ്ട മറുപടി തന്നെയാണ്. അമ്മുമ്മ തന്നെ അത് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ പേര് നാളെ അയാൾ എന്തായാലും പോലീസിൽ സാക്ഷി പറയും. സ്വന്തം അമ്മ തന്നെയാണ് ഇത് ചെയ്തെന്ന് പറയും. മീഡിയക്കാരൊക്കെ ഇത് വലിയ കവറാക്കുന്ന ന്യൂസ് ആക്കും. അമ്മുമ്മേനെ ജയിലിലേക്ക് ഇടും എന്തൊക്കെ വന്നാലും. അതുകൊണ്ട് അമ്മുമ്മ ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല. അഥവാ ജയിലിൽ പോയാലും അവിടെ നിന്ന് ഇറങ്ങാനുള്ള എന്തെങ്കിലും പഴുത് നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയാണ്. ശരി കിരണേട്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും അമ്മും ഇതിന്റെ പേര് ജയിലിൽ കിടക്കാൻ പാടില്ല. ജയിലിൽ കിടന്നാലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കിരണും പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.